ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പുഡിംഗ് റെസിപ്പിയാണ്. കുറേ നാളായി ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു പുഡിംഗ് റെസിപ്പി അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു പുഡിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ഫ്ലവർ പോട്ട് പുഡിംഗ് ആണ്. അതായത് നമുക്ക് ഒരു ഒരു ചെടിച്ചട്ടിയുടെ രൂപത്തിലാണ് ഈ ഒരു പുഡിംഗ് സെർവ് ചെയ്യുന്നത്. നമുക്കിത് ഈ ഒരു ചട്ടി ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ ചോക്ലേറ്റ് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്ലവർ പോട്ട് അടക്കം നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും. നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഗസ്റ്റിനൊക്കെ സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിംഗ് തന്നെയാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 100 ഗ്രാം കുക്കിംഗ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ മിൽക്ക് കോമ്പൗണ്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് കോമ്പൗണ്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതുപോലെ ഇതുപോലുള്ള കുക്കിംഗ് ചോക്ലേറ്റ് കിട്ടാത്തവരാണെങ്കിൽ സാധാരണ ഡയറി മിൽക്കൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ മൈക്രോവേവിൽ ഒരു 30 സെക്കൻഡ്സ് വെച്ചിട്ട് ഒന്നങ്ങ് മെൽറ്റ് ചെയ്തെടുക്കാം. അതിന് മുമ്പായിട്ട് ഞാനിവിടെ ഒരു 1.5 ടീസ്പൂണോളം ജലാറ്റിന് 1.5 ടേബിൾ സ്പൂണോളം വെള്ളത്തിൽ ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതും നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനായിട്ടുള്ള ഫ്ലവർ പോട്ട് തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് പേപ്പർ കപ്സ് വേണം. അതുപോലെ ഡിസ്പോസിബിളിൻ്റെ പേപ്പർ കപ്സ്, അല്ലെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ നൈസായിട്ടുള്ള ഡിസ്പോസിബിൾ കപ്സിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലുള്ള ചെറിയ കപ്സാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഈ ഒരു അളവിൽ നമുക്കൊരു 5 കപ്പ് വരെ തയ്യാറാക്കിയെടുക്കാം ഈ ഒരു 100 ഗ്രാം ചോക്ലേറ്റിൽ. അപ്പോൾ നിങ്ങൾ വലിയ കപ്പാണ് എടുക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ചോക്ലേറ്റ് എടുക്കേണ്ടി വരും. ഇനി കപ്പിന് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം. കട്ടിട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലവർ പോട്ട്, അതായത് ചോക്ലേറ്റ് ഫ്ലവർ പോട്ട് സെറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഈ ഒരു കപ്പിൽ നിന്ന് ഇളക്കിയെടുക്കാനായിട്ടുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ടിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഈ ഗ്ലാസ്സിൽ ഏകദേശം ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മറ്റേ ഗ്ലാസ്സിലേക്ക് നമ്മൾ ചായയൊക്കെ തണുക്കാനായിട്ട് ചെയ്യുമല്ലോ, അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നന്നായിട്ട് ഗ്ലാസിൻ്റെ എല്ലാ വശത്തും വരുന്ന രീതിയിൽ എല്ലാ ഗ്ലാസ്സിലുമായിട്ട് ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റൊക്കെ എല്ലാ കപ്പിലും ഒരുപോലെ നന്നായിട്ട് എല്ലാ വശത്തും സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് ഒരു 15 മിനിറ്റ് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ജലാറ്റിൻ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള പാൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അതാകുമ്പോൾ കുറച്ചുകൂടി നല്ലത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് പഞ്ചസാര വേണമെങ്കിൽ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 5 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്കാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മധുരം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ മിക്സ് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ജലാറ്റിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജലാറ്റിന് നമുക്ക് മെൽറ്റ് ചെയ്യാതെ വേണമെങ്കിലും ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിത് ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറിലായതുകൊണ്ട് ഞാൻ കുറച്ച് ബട്ടർ സ്കോച്ച് എസെൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വാനില എസെൻസ് ആണ് കയ്യിലുള്ളതെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം വാനില എസെൻസ് ചേർത്ത് കൊടുത്താലും മതി.
ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. ഞാൻ ഫ്രീസറിലാണ് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഒരു അരമണിക്കൂറൊക്കെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് സെറ്റായി വന്നോളും. നമുക്ക് പ്രലൈൻസ് തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് കാഷ്യൂവും അതുപോലെ ബദാമും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് അധികം ഉണ്ട്, ഈ ഒരു അളവിനുള്ളത് കൂടുതലാണ്. പക്ഷെ ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്യാറുണ്ട്. നമുക്ക് പുഡിങ് അതുപോലെ ഡെസേർട്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഇത് റോസ്റ്റ് ചെയ്തിട്ട് ഞാൻ മിക്സിയിൽ ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സെയിം പാനിൽ തന്നെ ഞാനൊരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഒന്ന് കാരമലൈസ്ഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കരിയിച്ചെടുക്കാം. ആ ഒരു സമയത്ത് തന്നെ അടുത്ത് തന്നെ ഞാൻ കൗണ്ടർ ടോപ്പിൽ കുറച്ച് എണ്ണ തടവിയിട്ട് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സാധാരണ നമ്മൾ പ്ലം കേക്കിനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ അടുത്ത് തന്നെ നിന്നിട്ട് ചെയ്യുക, ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കളറൊക്കെ വന്നാൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ബട്ടർ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ ചേർക്കാതിരിക്കുക. അല്ലാതെ നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആകുമ്പോൾ അതാണ് ഏറ്റവും നല്ലത്. അതിന് നന്നായിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സിയിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കാഷ്യൂം ബദാമും കൂടിയിട്ടുള്ള മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നേരത്തെ നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കൗണ്ടർ ടോപ്പിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്പാച്ചില വെച്ചിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് കയ്യിലൊന്നും തട്ടാതിരിക്കുക, കാരണം നല്ല ചൂടായിരിക്കും ഈ ഒരു മിക്സ്. എന്നിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല ഹാർഡായിട്ട് വരും. അപ്പോൾ നമുക്കിത് ഇതുപോലെ പെട്ടെന്ന് അങ്ങ് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒരു ബാഗിൽ, അതായത് ഒരു സിപ്പ് ലോക്ക് ബാഗിലെങ്ങാനും ആക്കിയിട്ട് നമുക്കിതൊന്ന് ചെറിയൊരു എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു ലെയർ ഈ ഒരു നമുക്കൊരു മണലൊക്കെ പോലെ തോന്നും ഇത് മുകളിലായിട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഫ്ലവർ പോട്ടിൻ്റെ. ഇനി നമുക്ക് നേരത്തെ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന ചോക്ലേറ്റിൻ്റെ കപ്സൊക്കെ ഒന്ന് ഇതിൻ്റെ പേപ്പറൊക്കെ റിമൂവ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് തന്നെയാണ്. നമ്മളിത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുകയില്ല, കാരണം ചോക്ലേറ്റ് പെട്ടെന്ന് തന്നെ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ പതുക്കെ അങ്ങ് ഇളക്കി മാറ്റാം. നമ്മളിതിൽ കട്ടിട്ടത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും ഇത് ഇളക്കി മാറ്റാനായിട്ട്. അപ്പോൾ അഥവാ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് വെച്ചിട്ട് ഒന്നങ്ങ് സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് സാധാരണ നമ്മൾ ഗമ്മൊക്കെ വെച്ചൊട്ടിക്കുന്നത് പോലെ തന്നെ നമുക്ക് ചോക്ലേറ്റിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട്, മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിലായിട്ട് വെക്കുമ്പോൾ പൊട്ടിപ്പോയത് നമുക്ക് നന്നായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ ഒരു കപ്പ് പൊട്ടിപ്പോയിട്ട് ഒട്ടിക്കുന്നതും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പൊട്ടിയാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, അതുപോലെ ഒന്ന് ചെയ്തെടുത്താലും മതി. കണ്ടില്ലേ, ഈ ഒരു പേപ്പർ കപ്പ് ഇതുപോലെ ഒന്നങ്ങ് പൊട്ടി വരാനായിട്ട് പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഇതുപോലെ അകത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം 2 മിനിറ്റ് ഒന്നങ്ങ് ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബാക്കിയുള്ള പേപ്പർ റിമൂവ് ചെയ്യുകയാണെങ്കിൽ പൊട്ടാതെ തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ പൊട്ടിപ്പോയാലും ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല.
അപ്പോൾ നമ്മുടെ ഫ്ലവർ പോട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് അസംബിൾ ചെയ്തെടുക്കേണ്ട പണിയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നല്ലൊരു സർപ്രൈസ് തന്നെയായിരിക്കും അവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ. അപ്പം നമുക്ക് ആദ്യം ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു പുഡിങ്ങിൻ്റെ ലെയറാണ് അടിയിലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് പ്രളയിന് ഇട്ടിട്ട് അതിന് ശേഷം പുഡിങ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ പുഡിങ്ങൊക്കെ നല്ല കറക്റ്റ് പെർഫെക്ഷനിൽ നിന്നാണ്ടില്ലേ നല്ലൊരു സ്ട്രക്ചറിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് പേപ്പർ കപ്സിലേക്ക് നമ്മുടെ ഫ്ലവർ പോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അതായത് ചോക്ലേറ്റ് കപ്സ്. ഇത് ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് റൂം ടെമ്പറേച്ചർ, നമുക്ക് ചൂട് ക്ലൈമറ്റിലൊക്കെ പുറത്ത് കുറേ സമയമൊന്നും വെച്ചിരിക്കാനായിട്ട് പറ്റില്ല. അത് നിങ്ങൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഒരു അരമണിക്കൂറൊക്കെ പുറത്ത് വെക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, മെൽട്ടായി പോകുന്ന പ്രശ്നമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ കുറേ സമയം പിടിച്ചിരിക്കുമ്പോഴും നമുക്ക് കയ്യിൽ ചൂടുണ്ടാവുമല്ലോ, അതുകൊണ്ട് മെൽട്ടായി പോകുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ കഴിച്ച് തീർക്കുമ്പോൾ കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ മുകളിൽ ഈ ഒരു മണൽ പോലെയൊക്കെ തോന്നിക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയാണ് ഇതൊന്ന് കാണാനായിട്ട്. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റി തന്നെയാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ ഇത് നല്ലൊരു വെറൈറ്റി തന്നെയായിരിക്കും. അവർക്ക് ഈ ഒരു ഫ്ലവർ പോട്ട് കൂടി കഴിക്കുന്ന ടൈമിലൊക്കെ നല്ല തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്, നമുക്ക് ഫ്ലവർ പോട്ടാകുമ്പോൾ അതിൽ ഫ്ലവറോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാന്റൊക്കെ വേണ്ടേ, അതിനായിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ പീസാണ് വെക്കുന്നത്. ഇതിന് പകരം എന്തെങ്കിലും ഫ്ലവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മല്ലിയിലയോ അതുപോലെ തന്നെ പുതിനയിലയോ അങ്ങനെയൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു പുഡിംഗ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാണെന്നാണ് കരുതുന്നത്. ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോക്ക് താഴെ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ബെൽ ബട്ടണിൽ 3 ഓപ്ഷൻസ് കാണാം. അതിൽ മുകളിലത്തെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും മുടങ്ങാതെ കാണാൻ കഴിയും. അപ്പോൾ ഇനി നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്